ഹലോ എവ്രി വൺ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ക്രോഷേ ചെയ്യാനാണ്. ബേസിക്കലായിട്ടുള്ള ഒരു ബിഗിനേഴ്സിനെ പറ്റിയ ഒരു മാജിക് റിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ യാൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള കളർ യാൺ എടുക്കാം. ഞാൻ റെഡ് കളർ യാണാണ്. അതിൻ്റെ കൂടെ 2.5 mm ഒരു ഹുക്കുമാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ? ഇനി നമ്മൾ ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം നമുക്ക് ആദ്യം യാണിൻ്റെ ഒരു തുഞ്ചെടുക്കാം. നമ്മൾ യാൺ എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതുപോലെ ഒരു എക്സ് രീതിയിൽ ഫസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കണം. എക്സ് പോലെ ആക്കണം. ആദ്യം നമ്മൾ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ബാക്കിലേക്ക് ഇതുപോലെ കൊണ്ടുപോവാം. എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളിത് ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇത് ഈ സൈഡിലെടുക്കുക. ഇങ്ങനെ ക്രോസ് എടുക്കുമ്പോൾ എക്സ് ആയി ഫ്രണ്ടിൽ. എന്നിട്ട് ഈ ഒരു ഭാഗം ബാക്ക് കൂടെ ഇങ്ങനെ ഇടുക. അപ്പം നമുക്കിതാ ഇങ്ങനെ കുറേ ഗ്യാപ്പ് ഇടരുത്, ജസ്റ്റ് ഒരു ഗ്യാപ്പ്. അത്ര ടൈറ്റിൽ പിടിക്കണ്ട കേട്ടോ. അപ്പം അത് എക്സ് പോലെ കിട്ടും. ഇത് നമ്മൾ പിടിച്ച ഒരു ഭാഗത്തോട്ടേക്ക് തന്നെ ഇത് നമ്മളിതാ ഈ ഒരു തമ്പ് ഫിംഗറിനോടാണ് നമ്മൾ പിടിച്ചത്. ആ തന്നെ നമ്മൾ ഒന്ന് വെക്കണം. അപ്പം മാജിക് റിങ് പോലെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഹുക്ക് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റത്തേൻ്റെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തോടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിക്കുക. നമ്മൾ കൈ ഇങ്ങനെ ആണെങ്കിൽ തിരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ. ഇതാണ് നമ്മുടെ സപ്പോർട്ടായിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താക്കുക, നമ്മൾ ഇത് വെച്ച് ഇതുപോലെ ഉള്ളോട്ടേക്ക് കയറ്റുക. ദെൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ ഒരു നോട്ട് പോലെയായി. എന്നിട്ട് നമ്മുടെ ബാക്കി ഈ ഒരു ത്രെഡൊക്കെ പോകുന്നത് ഇങ്ങോട്ടേക്കുള്ള ഈ ഇതാണ്. ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. നമ്മുടെ ഒരു ചെയിൻ ഇടുക. ഒന്നുകൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പുൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ മാജിക് റിങ്. മാജിക് റിങ്ങിൻ്റെ ഷേപ്പ് ഇതാണ്. എന്നിട്ട് നമ്മൾ ത്രെഡൊക്കെ ഒന്ന് വലിച്ച് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്താക്കണം, ഒരു ചെയിൻ നമ്പർ, നമ്മൾ നേരത്തെ ഒരു ചെയിൻ ഇട്ടിരുന്നു. ഇനി നമ്മൾ 2 ചെയിനൂടെ എക്സ്ട്രാ ഇട്ടെടുക്കാം. കണ്ടോ? അപ്പം നമുക്ക് ടോട്ടൽ 3 ചെയിൻ കിട്ടും. കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ത്രെഡ് പിടിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. എനിക്കിപ്പം കംഫർട്ടായിട്ടുള്ളത് ഇതുപോലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പിടിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഒന്നിങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഒരു റിങ്ങില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ഇതിലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 ഞോട്ട് കിട്ടും. എന്നിട്ട് ഈ 3 ഞോട്ടിൽ നിന്ന് 2 എണ്ണത്തിന് ആദ്യം റിമൂവ് ചെയ്യുക. ഡബിൾ ക്രോഷേ ആട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് ഒന്നുകൂടി ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ റിപ്പീറ്റാക്കി ചെയ്യണം. ഗായ്സ്, നമുക്ക് റിപ്പീറ്റാക്കി ചെയ്യാം. ഒന്നുകൂടി കാണിച്ചു തരാം. One, 2, 3, 4, 5. ഇനിയും നമുക്ക് റിപ്പീറ്റാക്കി ഒരു 10 എണ്ണോടെ ചെയ്യാം. ഇനിയൊരു 5 എണ്ണോട് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് 5 എണ്ണോട് ചെയ്യാനായിരുന്നോ ടോട്ടൽ 10 എണ്ണം. അങ്ങനല്ല, ഒന്നുകൂടി നമ്മൾ ചെയ്യണം. ലാസ്റ്റും ഫൈനൽ 1. അപ്പോൾ ടോട്ടൽ 11 എണ്ണം ഉണ്ടാവും. ഓക്കെ ഗൈസ്, നമ്മളിത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മെടഞ്ഞിട്ടതുപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാവും കൗണ്ട് ചെയ്യാൻ. കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഈ ഒരു മെഡയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാവും. ഇനി കൗണ്ട് ചെയ്യട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എന്നാണ്. പിന്നെ ലാസ്റ്റുള്ള ഈ ഒരു നോട്ട് കണ്ടോ, നമ്മൾ 3 എണ്ണം
നമ്മുടെ ചെയിൻ ഇട്ടത് അത് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസെപ്റ്റ് ചെയ്യുക. അപ്പം നമ്മളിതാ ഇത് ഇങ്ങനെ ചെയ്യുമ്പം ഇത് 12, ഇത് കൂട്ടുമ്പോൾ 12, അത് കൂട്ടാണ്ട് 11 എണ്ണമാണ് ഉണ്ടാവുക. ദെൻ നമ്മൾ ഇത് ഇവിടെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഈ ഒരു അടിയത്തെ ഭാഗമല്ലേ നമ്മൾ കട്ട് ചെയ്ത് തുടക്കത്തിലുണ്ടാകുന്ന ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഇതുപോലെ ഷേപ്പ് ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുമ്പം ഇവിടെ സ്മോൾ സർക്കിളായിട്ട് വരും. ദെൻ നമ്മൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇതാണ് ഇത് നമ്മുടെ 3 എണ്ണം ഇട്ട ചെയിൻസാണ്. ഫസ്റ്റത്തത് വരുന്നത് ഇവിടെയാണ്. അപ്പം നമുക്കത് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ദെൻ നമ്മൾ ഇവിടുന്ന് അങ്ങനെ വലിക്കുക, ഇങ്ങനെ ഉണ്ടാവും. ദെൻ നമ്മൾ ഇതിൻ്റെ ഇതിങ്ങോട്ടേക്കൊന്ന് വലിക്കുക. സോറി ഗൈസ്, നമ്മൾ വലിക്കുമ്പോൾ ഇത് ടൈറ്റായി. ഇപ്പോൾ നമ്മൾ ഇതൊന്നുകൂടെ ടൈറ്റാക്കി വലിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു മാജിക് റിങ് ഫസ്റ്റ് ലെയർ സെറ്റായി. ഇതാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ദെൻ നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലെയർ ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ ഇടുക. ദെൻ നമ്മളിപ്പോൾ ചെയിൻ ഇട്ടത് ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയാം. ഇത് ഈ ഒരു ക്രോഷ്യേൻ്റെ ഉള്ളിൽ കൂടാണ് നമ്മൾ ആ ചെയിൻ ഇട്ടതിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ 3 എണ്ണം വരും. എന്നിട്ട് ഈ 3 എണ്ണത്തിൽ 2 എണ്ണത്തിനെ റിമൂവ് ചെയ്യും. ബാക്കി 2 എണ്ണം ഉണ്ടാവും, അതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻ സെക്കൻഡ് നമ്മളിതാ ഈ ഒരു ഇതില്ലേ ഇവിടേക്കാണ്. അപ്പം നമ്മളിതാ ഒന്നെടുക്കുക, നമ്മുടെ രണ്ടാമത്തേതിലേക്ക് ചെയ്യാം. ദെൻ നമ്മൾ പുൾ ത്രൂ ആൻഡ് നമ്മൾ ഡബിൾ ക്രോഷ്യേക്ക് 2 റൺ ചെയ്യുക. ബാലൻസ് 2 അതും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എത്തി. ദെൻ നമ്മൾ അടുത്ത ഓട്ടേക്കല്ല, ഇതൊട്ട് ഓട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ. കണ്ടോ, ഇവിടാണ് നമ്മളെ ഓട്ട. അപ്പോൾ നമ്മൾ അത് ചെയ്ത് ഓട്ടേക്ക് തന്നെ ഒന്നുകൂടെ ചെയ്യണം. ഇതിൽ തന്നെയല്ലേ നമ്മളിപ്പോൾ ചെയ്തത്, അതിൽ തന്നെ ഒന്നുകൂടെ ചെയ്യുക. ദെൻ നമ്മൾ വലിക്കുക, ത്രൂ ചെയ്യുക. ദെൻ ത്രൂ ചെയ്ത ശേഷം നമ്മൾ സ്റ്റിച്ച് ഇടാം. ഇത് ടോട്ടൽ നമുക്ക് 24 എണ്ണമാണ് സെക്കൻഡിൽ വേണ്ടത്. അപ്പം നമുക്കിത് കവർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ക്രോഷയിൽ ഇൻക്രീസും ഡിക്രീസും ഉണ്ട്. ഇൻക്രീസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഇൻക്രീസാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഹോളിൽ 2 എണ്ണം ചെയ്യുമ്പോൾ അത് ഇൻക്രീസും, 1 ചെയ്യുന്നത് ഡിക്രീസും എന്നാണ് പറയാം. അപ്പം നമ്മൾ ഡിഗ്രീസ് ആയിട്ടാണ് ചെയ്തത്. ടോട്ടൽ 24 എണ്ണം ഉണ്ടോ നോക്കാം, നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 നമ്മളിതാ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ ചെയിനും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസെപ്റ്റ് ചെയ്യാന്ന്. ഫസ്റ്റത്തെ ചെയിനും അപ്പം നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 കറക്റ്റ് 24 ഉണ്ട്. ദെൻ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടണം. ഫസ്റ്റത്തെ ചെയിനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ. അത് നമുക്ക് ഓർക്കണം, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്തിടുന്നത്, അതിനായിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇടുന്നത്. അപ്പോൾ എനിക്കത് ഞാൻ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പം എന്നാലും നമ്മൾ ഇടുന്നത് സേഫ്റ്റിക്കാണ് കേട്ടോ, നല്ലതാണ്. എത്ര അറിയെങ്കിലും ഞാൻ ഇടലുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ സെക്കൻഡ് ലെയറും കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ ഇനി നമ്മൾ തേർഡ് ലെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. 3 ചെയിൻ ഇടുക, ഡബിൾ ക്രോഷ്യ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ്. ഞാൻ നല്ലോണം ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലാണ് ഉണ്ടാവുക. നല്ല
രീതിക്ക് നല്ല രീതിക്ക് നമുക്ക് കിട്ടും. ഞാൻ യൂസ് ചെയ്ത് യാണ്ട് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കൊട്ടായി പോവും, പൊട്ട പോലെ ആയിപ്പോവും ചിലത്. ഇത് കൊട്ടായി പോവില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻക്രീസ് ആയിട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തേർഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്തിട്ടുണ്ട്. തേർഡ് ലെയറാണ് ഇത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ലെയേഴ്സ് മനസ്സിലാവും. ഇത് ഫസ്റ്റത്തത്, ഇത് സെക്കൻഡത്തത്, ഇത് തേർഡത്തത് എന്നൊക്കെ കാണുന്നുണ്ടോ? കണ്ടോ? ചെയ്ത് ഞാൻ നല്ല അടുപ്പിച്ചാണ് ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. നല്ലോണം അടുപ്പിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല സർക്കിളായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അഥവാ മനസ്സിലായില്ലേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കാം. ഇനി ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് ഫോർത്ത് ലെയർ കംപ്ലീറ്റ് ആക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ടാൽ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ല വലിയ മാറ്റ് കിട്ടും. നമുക്കിതൊന്ന് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് കവർ ചെയ്യണം. അതിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ക്ലിയറാണ്. അപ്പോൾ അതാ നമ്മൾ നല്ലൊരു മാജിക് റിങ് വെച്ച് ഒരു ബ്ലാങ്കറ്റിൻ്റെ ഒരു മാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേണേൽ നമുക്ക് ഫ്ലവറിൻ്റെ നമ്മുടെ ബൊക്കറ്റിൻ്റെതും ആക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.